അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 99ാമത്തെ പേജാണ്. അവിടെ ഒരു കുട്ടി ഒരു ചോദ്യം ചോദിക്കുന്നതായിട്ടാണ് കാണുന്നത്. മസിൽസ് ആർ കണക്റ്റഡ് എയ്തർ ടു ബോൺസ് ഓർ ടു കാർട്ടിലേജ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോൺസ് ആൻഡ് കാർട്ടിലേജസ്? എന്തെല്ലാമാണ്, അതായത് നമ്മൾ ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വന്നിരിക്കുന്നത്. മനുഷ്യനിലുള്ളല്ലോ പേശികളെ അസ്ഥികളുമായിട്ട് എന്താണ് കാർട്ടിലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് തരുണാസ്ഥികളുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, എന്താണ് അസ്ഥിയും തരുണാസ്ഥിയും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അസ്ഥിയും തരുണാസ്ഥിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾക്ക് കണ്ടെത്തുവാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ആദ്യമേ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്, ബോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അസ്ഥിയെക്കുറിച്ചാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബോൺസ് ആർ ഹാർഡ് കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് കമ്പോസ്ഡ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ് ദാറ്റ് പ്രൊട്ടക്റ്റ് ദ ഓർഗൻസ് ആൻഡ് ഗീവ് ഷേപ്പ് ടു ദ ബോഡി. അപ്പോൾ ബോണിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, അവ വളരെ കട്ടി കൂടിയതാണ്, അവ എന്താണ് കംപ്രസ്ഡ് ആണ്, അതായത് വളരെ കോംപ്ലക്സ് സ്ട്രക്ചറും വളരെ കംപ്രസ് തിക്കായിട്ടുമുള്ള സാധനമാണ്. അവ എന്താ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിന് ഒരു ഘടന നൽകുന്നു. അതോടൊപ്പം തന്നെ അവ നമ്മളുടെ ഓർഗനുകളെ പ്രത്യേകമായിട്ടുള്ള ഓർഗനുകളെ തലച്ചോറിനെയും ഹൃദയത്തെയും ഒക്കെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഓക്കെ, രണ്ടാമതായിട്ട് ബോണിൻ്റെ പ്രത്യേകത എന്താണ്, ബോൺ സെൽസ് ആർ കോൾഡ് ഓസ്റ്റിയോസൈറ്റസ്, അതായത് ബോൺ സെല്ലുകളെ ഓസ്റ്റിയോസൈറ്റസ് എന്ന് പറയുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണ്, ബോണുകൾ എന്ന് പറയുന്നത് ബൈ ഡയറക്ഷനിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബോണുകൾ രണ്ട് ഡയറക്ഷനിലേക്കും വളരുന്ന ഒരു പദാർത്ഥമാണ് അല്ലെങ്കിൽ വസ്തുവാണ്. ഓക്കെ, ബൈ ഡയറക്ഷണൽ ആണ് ബോൺസ് എന്ന് പറയുന്നത്. ദേ ഗോ ഇൻ ബോത്ത് ഡയറക്ഷൻ. പിന്നെ എന്താണ്, ഈ ബോണിനകത്ത് മാരോ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ മജ്ജ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. പിന്നെ എന്താണുള്ളത്, ബോൺ ബ്ലഡ് വെസൽസ് ആർ പ്രസൻറ്റ്. ഈ ബോണിനകത്ത് എന്താണ് ചെയ്യുന്നത്, ബ്ലഡ് വെസൽസ് അതായത് രക്തവാഹിനികൾ അല്ലെങ്കിൽ കുഴലുകളുണ്ട്. നിങ്ങൾ ഓൾറെഡി കണ്ടു കാണുമല്ലോ, ആ മുകളിലെ പിക്ചറിനകത്ത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ബോൺ വട്ടം മുറിച്ചിരിക്കുന്നതിനകത്ത് ഇങ്ങനെ റെഡ് കളറോട് കൂടിയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ. പിന്നെ എന്താണ്, ബോൺസ് കണ്ടെയ്ൻ ഡെപ്പോസിറ്റ് ഓഫ് കാൽസ്യം ആൻഡ് സോൾട്ട്, അതായത് ബോണിനകത്ത് എന്തൊക്കെയാണ്, കാൽസ്യവും സോൾട്ട് ലവണങ്ങളും അതിനകത്തുണ്ട്. പിന്നെ എന്താണ്, ബോണ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക്, അതായത് രണ്ടും കൂടിയതാണ്, ഓർഗാനിക്കുമാണ് ഇനോർഗാനിക്കുമാണ് എന്ന് പറയുന്നത് ബോൺ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഈ ബോണിനകത്ത് റിച്ച് ഇൻ ബ്ലഡ് സപ്ലൈ, അവയ്ക്ക് ഒത്തിരി ബ്ലഡിൻ്റെ സപ്ലൈ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ എന്താണ്, ബോൺസ് ഹാവ് ഹവേർഷൻ കനാൽ, അതായത് എന്താണ് ഹവേർഷൻ കനാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ചെറിയ ട്യൂബുകളാണ് എന്തിനകത്തുള്ള ബോണിനകത്തുള്ളത്. ഓക്കെ, അതിൻ്റെ അകത്ത് ഒരു ഹവേർഷൻ ഈ കനാൽ സിസ്റ്റം അതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ എന്താണ്, ബോൺസ് ഹാവ് വോൾക്ക്മാൻ കനാൽ, ബോണിന് എന്താണുള്ളത്, ചെറിയ വോൾക്ക്മാൻ കനാൽ എന്ന് പറഞ്ഞിട്ടുള്ള കനാൽ സിസ്റ്റവും ഉണ്ട്. ഓക്കെ, അതെന്തിനാണ് ചെയ്യുന്നത്, അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് വെസൽ ടു എൻ്റർ എന്തിനാണ്, പെരിസ്റ്റേറിയം എന്ന് പറയുന്ന പദാർത്ഥങ്ങൾ ഈ ബോണിന് നൽകുന്നതിന് വേണ്ടിയിട്ട്. അടുത്തതായിട്ട് എന്താണ്, ബോൺ ടൈപ്സ് ആർ ടു കോമ്പാക്റ്റ് ബോൺ ആൻഡ് സ്പോഞ്ചി ബോൺ, അതായത് ബോണുകൾ രണ്ട് തരത്തിലുണ്ട്, ഒന്ന് കോമ്പാക്റ്റ് ബോണുകളും സ്പോഞ്ചി ബോണുകളും. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ആ കുട്ടിയുടെ ചോദ്യം ഇതാണ്, ബോണിൻ്റെ പ്രത്യേകത എന്താണെന്നാണ്. അപ്പോൾ ബോണിൻ്റെ പ്രത്യേകതകൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നു. ഇനി നമ്മൾ പോകുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർട്ടിലേജസ് എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ചാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ സോഫ്റ്റ് ആൻഡ് സിമ്പിൾ സ്ട്രക്ചർ. അപ്പോൾ ഈ കാർട്ടിലേജ് എന്ന് പറയുന്നത് എന്താണ്, വളരെ സോഫ്റ്റ് ആണ്, അത് വളരെ ചെറിയ സ്ട്രക്ചറാണ്. ഇതിനെന്താണ്, ഇതിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്താണ്, ഇത് ബോണുകളെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇതെന്താ ചെയ്യുന്നത്, ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഷോക്കുകൾ ഉണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അടുത്തതായിട്ട് എന്താണ്, ഈ കാർട്ടിലേജ് സെല്ലുകളെ എന്താണ് വഹിക്കുന്നത്, കോൺട്രിയോസൈറ്റ്സ് എന്ന് പറയുന്ന പേരാണ് പറയപ്പെടുന്നത്. ഇനി എന്താണ് പ്രത്യേകത, ഈ കാർട്ടിലേജ് സെല്ലിലെ ഇത് യൂണി ഡിറക്ഷനിലാണ്, അതായത് ഇത് ഒരു സൈഡിലേക്ക് മാത്രമാണ് ഇത് വളരുകയുള്ളൂ. ഈ രണ്ടാമതായിട്ട് ഇനി മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്, ഈ ബോണിനകത്ത് ഈ കാർട്ടിലേജിനകത്ത് മാരോ അല്ലെങ്കിൽ മജ്ജ എന്ന് പറയുന്ന സംഗതി ഇല്ല. ഓക്കെ, മാരോ ഈസ് ആബ്സെൻറ്റ്. പിന്നെന്താണ്, ഈ കാർട്ടിലേജിനകത്ത് ബ്ലഡ് വെസൽസും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ എന്താണ്, ഇത് ചിലപ്പോൾ അതിൻ്റെ അകത്ത് കാൽസ്യവും സോൾട്ടിൻ്റെയും ഡിപ്പോസിറ്റ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. പക്ഷെ ബോണിനകത്ത് ഇത് രണ്ടും ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളതാണ്. അടുത്തതായിട്ട് എന്താണ് കാണപ്പെടുന്നത്, ഇതിനകത്ത് ബ്ലഡ് സപ്ലൈ വളരെ
കുറവായിരിക്കും കാർട്ടിലേജിനകത്ത്. അതുപോലെ തന്നെ എന്താണ്, കാൽസ്യം ഫോസ്ഫേറ്റ് ഈസ് ആബ്സെൻ്റ് ആണ് ഇതിനകത്ത്. കാൽസ്യം ഫോസ്ഫേറ്റിൻ്റെ ആബ്സെൻ്റ് ആണ്, പക്ഷേ ബോണിനകത്ത് അത് ഒത്തിരി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഹവേഷ്യൻ കനാൽ സിസ്റ്റം അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുകയില്ല. വോൾക്കൻ കനാൽ സിസ്റ്റവും ഉണ്ടായിരിക്കുകയില്ല. ഇനി ഈ കാർട്ടിലേജ് ടൈപ്സിനെ എത്രയായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും? മുഖ്യമായിട്ട് 3 തരംതിരിക്കാൻ സാധിക്കും. ഫൈബ്രോ കാർട്ടിലേജ്, എലാസ്റ്റിക് കാർട്ടിലേജ് ആൻഡ് ഹൈലൈൻ കാർട്ടിലേജ് എന്ന് 3 തരത്തിലേക്ക് തിരിക്കുവാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഏതെല്ലാമാണ് ഈ ബോണും കാർട്ടിലേജും തമ്മിലുള്ള വ്യത്യാസമെന്ന്. ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ ഇത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സെക്ഷൻ കൂടി നിങ്ങളൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന എന്താണ്, പുസ്തകത്തിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ആ കുട്ടിയുടെ ചോദ്യം കഴിഞ്ഞു. അനലൈസ് ദ ഫംഗ്ഷൻ പ്രൊവൈഡഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ടു ദ ചൈൽഡ്സ് ഡൗട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ കുട്ടിയുടെ ഡൗട്ടിൻ്റെ ആൻസർ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. ഇനി ഡു ഓൾ ലിവിങ് ഓർഗാനിസംസ് ഹാവ് എ സ്കെൽറ്റൽ ഫ്രെയിംവർക്ക് ലൈക്ക് ഓഫ് ഹ്യൂമൻസ്. ഇത് ചോദിച്ചിരിക്കുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും ഒരു സ്കെൽറ്റൻ ഫ്രെയിംവർക്ക് ഉണ്ടോ ഹ്യൂമനെ പോലെ അല്ലെങ്കിൽ മനുഷ്യനെ പോലെ എന്നുള്ളതാണ് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഇവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പഠിക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണ്? കാർട്ടിലേജ് എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, കാർട്ടിലേജ് ഈസ് ദ കണക്റ്റീവ് ടിഷ്യൂ വിച്ച് ഈസ് സോഫ്റ്റർ ആൻഡ് മോർ ഫ്ലെക്സിബിൾ ദാൻ ബോൺസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, കാർട്ടിലേജിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് എ കണക്റ്റീവ് ടിഷ്യൂ. അതായത് കാർട്ടിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരുണാസ്ഥി എന്നാണ് പറയുന്നത്. അപ്പം ഈ തരുണാസ്ഥികൾ എന്താണ്? അവ ഒരു യോജക കലകളാണ്. കണക്റ്റീവ് ടിഷ്യൂ എന്ന് വെച്ചാൽ യോജക കലകളാണ്. അവ എന്തൊക്കെയാണ്? അവ സോഫ്റ്റാണ്, അവ മൃദുവായിട്ടുള്ളതും ഫ്ലെക്സിബിൾ വഴക്കമുള്ളതുമാണ്. അത് അസ്ഥികളിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? അത് സോഫ്റ്റാണ്, വഴക്കമുള്ളതാണ്, യോജക കലകളാണ്. ഓക്കെ, അത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദിസ് ആർ പ്രസൻറ്റ് ഇൻ ദ എൽബോസ്, നീസ്, ആംഗിൾസ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ റിബ്സ്. അതായത് നമുക്ക് ഇത് കാണുവാനായിട്ട് സാധിക്കുന്നത് എവിടെയാണ്? ദിസ് ആർ പ്രസൻറ്റ് ഇൻ ദ എൽബോസ്, അതായത് നീസ്, ആംഗിൾസ് അറ്റ് ദ ടിപ്പ് ഓഫ് റിബ്സ് ബിറ്റ്വീൻ ദ വെർട്ടിബ്രേറ്റ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവയെ കാണപ്പെടുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? കൈമുട്ടുകളിൽ, കാൽമുട്ടുകളിൽ, കണങ്കാലുകളിൽ എന്നിവയിലും വാരിയെല്ലുകളുടെ അഗ്രങ്ങളിലും നട്ടെല്ലിൻ്റെ കശേരുക്കൾക്കിടയിലും ചെവിക്കുടയിലും മൂക്കിൻ്റെ അഗ്രഭാഗത്തും ശ്വാസനാളത്തിലും ഇവയെ കാണപ്പെടുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് മനസ്സിലാവുന്നു എന്ന് തോന്നുന്നു. ഈ സാധനങ്ങൾ ഓരോന്നും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ്? ദിസ് ആർ പ്രസൻറ്റ് ഇൻ ദ എൽബോസ്, കൈയുടെ മുട്ടുകളിലുണ്ട്. നീ, കാലിൻ്റെ മുട്ടുകളിലുണ്ട്. ആംഗിൾസ്, കാലിൻ്റെ കണ്ണായിട്ടുള്ള ആ ഭാഗമുണ്ടല്ലോ, കാലിൻ്റെ ഇതായിട്ടുള്ള ഭാഗമുണ്ടല്ലോ, അതിനെന്താണ് പറയുന്നത്? നമുക്ക് കാൽമുട്ട്, കണങ്കാലുകൾ എന്ന് പറയുക, അല്ലെങ്കിൽ കാലിൻ്റെ കണ്ണ് എന്ന് പറയുന്ന ആ ഭാഗങ്ങളിലുണ്ട്. പിന്നെ എവിടെയൊക്കെയുള്ളതാണ്? റിബ്സ്. റിബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, റിബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാരിയെല്ലുകളുടെ അറ്റങ്ങളിലുണ്ട്. പിന്നെ കാണപ്പെടുന്ന എവിടെയാണ്? ബിറ്റ്വീൻ ദ വെർട്ടിബ്രേറ്റ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം, അതായത് കശേരുക്കളിലുണ്ട്, നട്ടെല്ലിലെ കശേരുക്കളിലുണ്ട്. പിന്നെ എന്താണ്? പിന്നെ അറ്റ് ദ ടിപ്പ് ഓഫ് ദ എവിടെയാണ്? നമ്മളുടെ ചെവിയുടെ ആ ഒരു പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ മൂക്കിൻ്റെ അഗ്രഭാഗത്തുണ്ട്. ഇതൊക്കെ തൊട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് ഈ മൃദുവായ അസ്ഥികളായിട്ടുള്ളതിനെ നമ്മൾ തരുണാസ്ഥികളെ കാണുന്നത്. നമ്മളിങ്ങനെ ഈ ചെവിയുടെ അറ്റത്തൊക്കെ ഒന്ന് പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറുകയും മടങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇതിനെയാണ് പറയുന്നത് എന്ത്? തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവ യോജകലാൽ നിർമ്മിതമാണ്, ഇതിന് വഴക്കമുള്ളവയാണ്. ഇവ യോജിപ്പിച്ച് നിർത്തുന്നതും കൂടി ചെയ്യുന്ന, എല്ലുകളെയൊക്കെ യോജിപ്പിച്ച് നിർത്തുന്നതും കൂടിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ എന്താണ്? നോസ് ആൻഡ് ദ ട്രെച്ചറ. കാർട്ടിലേജസ് പ്രസൻറ്റ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ ബോൺ റെഡ്യൂസ് ഫ്രിക്ഷൻ ഇൻ ദ ജോയിൻസ്. അപ്പോൾ ഈ കാർട്ടിലേജിൻ്റെ മറ്റൊരു പരിപാടി എന്താണ്? അത് ഫ്രിക്ഷൻ, കർഷണം കുറയ്ക്കുന്നു. രണ്ടറ്റത്തും ഉള്ള ഈ കാർട്ടിലേജ് എന്ത് ചെയ്യുന്നു? കർഷണം കുറയ്ക്കുന്നു. ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ്സ് ആർ ആബ്സെൻറ്റ് ഇൻ ദം. ഈ കാർട്ടിലേജിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവയിൽ ബ്ലഡ് വെസൽസ് ഇല്ല എന്നുള്ളതാണ്. ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ബ്ലഡ് വെസൽസ് ദെയർ ഗ്രോത്ത് ഈസ് ലോവർ ദാൻ ദ റെസ്റ്റ് ഓഫ് ദ സെൽസ്. അതായത് അതുപോലെ തന്നെ ഈ കാർട്ടിലേജിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ കാർട്ടിലേജിൻ്റെ വളർച്ച വളരെ മന്ദഗതിയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ബ്ലഡ് വെസൽസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന ആ
പിക്ചറിനകത്ത് കുട്ടിയുടെ പടത്തിന് താഴെ തന്നിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, ഡു ഓൾ ലിവിങ് ഓർഗാനിസംസ് ഹാവ് എ സ്കെൽറ്റൽ ഫ്രെയിംവർക്ക് ലൈക്ക് ദാറ്റ് ഓഫ് ഹ്യൂമൻസ്, അതായത് എല്ലാ ജീവജാലങ്ങൾക്കും ഒരു സ്കെൽറ്റൻ ഫ്രെയിംവർക്ക് ഉണ്ടോ മനുഷ്യനെ പോലെ എന്നുള്ള ആ ഭാഗമുണ്ട്. അതിലേക്ക് പോകാം. അതിനുവേണ്ടി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒബ്സർവ് ദ ഫിഗർ 4.1 ആൻഡ് ബേസ്ഡ് ഓൺ ദ ഡിസ്കഷൻ ആൻഡ് ഇൻഫറൻസ്. ഇനി നമുക്ക് ഇവിടെ താഴെ തന്നിരിക്കുന്ന ആ ചിത്രങ്ങൾ നിരീക്ഷിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും.